ഗൈസ് അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഓഹോ ബീച്ചിലാണ്. നമ്മൾ തളിക്കുളം പത്താങ്കല്ലുള്ള നമ്മൾ ഓഹോ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ബ്രദറുണ്ട്, 2 ബ്രദറുണ്ട്, അതുപോലെ താത്തയുണ്ട്, ബാബിയുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ ഞാനും എൻ്റെ മക്കളും കേട്ടോ. ഞങ്ങൾ കുഞ്ഞ് ഫാമിലി, ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്, കാറിലാണ് കേട്ടോ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഒരു സാധനത്തിന് നമുക്ക് ഇവിടെ തട്ടിക്കളയാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഓ ബീച്ചിൽ നല്ല വിശേഷങ്ങളും, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ട്രെൻഡിങ് ആയിരിക്കണം നല്ലൊരു ബീച്ചാണ്. ഞാൻ വൈകിപ്പോയി എത്താൻ, കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് രാത്രി ഇങ്ങോട്ട് നല്ല നമ്മളവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് രാത്രി ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ കൂടെ ആരെങ്കിലും വേണ്ടേ. ഞാനും എൻ്റെ മക്കളെ എങ്ങനെ രാത്രി ഇങ്ങോട്ടേക്ക് വരാം. രാവിലെ ഒക്കെ ആണെങ്കിൽ വരും, പക്ഷെ രാവിലെ വന്നിട്ട് വലിയ ഇഷ്ടമല്ല. കാരണം ഓരോരുത്തർക്ക് രാവും പകലും ഒക്കെ ഇഷ്ടമുള്ളത് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ പറയാം, ഓരോരുത്തർക്ക് ഓരോ കളേഴ്സ്, ഫേവറേറ്റ് കളേഴ്സ് ചോദിക്കും, അതുപോലെ നമ്പേഴ്സ് ചോദിക്കും, ലെറ്റേഴ്സ് ചോദിക്കും. എനിക്ക് അങ്ങനെ കളേഴ്സും നമ്പേഴ്സും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ ഇല്ല കേട്ടോ. പക്ഷേ നൈറ്റ് ആൻഡ് ഡേ, രാത്രിയാണോ രാവിലെയാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് കേട്ടോ എന്നും സെലക്ട് ചെയ്യുക. എനിക്ക് രാത്രി ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്നറിയില്ല, രാത്രി പുറത്ത് പോകണതായാലും രാത്രി ഒന്നും വേണ്ട, വെറുതെ ഇങ്ങനെ ചുമ്മാ അതൊന്നും ഇങ്ങനെ നൈറ്റ് ഒന്ന് വെറുതെ ഇങ്ങനെ ഒന്ന് കറങ്ങാൻ പോയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ രാത്രി എന്നുള്ളൊരു ഇതിട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയില്ല. അപ്പോൾ രാത്രി ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് 4 മണിക്കാറ്റിലൊക്കെ പോയി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്താൻ. ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്, കാണാത്തുണ്ടെങ്കിൽ കാണാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വന്നപ്പോഴുണ്ട് ജാഷിക്ക വന്ന് റെഡി ആവും, നമുക്ക് പുറത്ത് പോയി വരാം എന്നാണ്. അപ്പോൾ ഇവൻ്റെ എവിടേക്കാണ് അവൻ ഓഹോ ബീച്ചിക്കാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്ന സ്ഥലമായിരുന്നു, ആരെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരുന്നായിരുന്നതാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാം റെഡി ആയിട്ട് തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അങ്ങനെ വേഗം നേരെ പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 10 മണിക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ എത്തിയ ടൈമൊന്നും നമ്മൾ നോക്കിയില്ല. അപ്പോൾ കുട്ടികളൊക്കെ പിന്നെ ഭയങ്കര എല്ലാവരും ഏജിനൊത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ ബേബിക്ക് പറ്റിയ ആളും ഉണ്ട്, അതുപോലെ ഓസിലിനും മൊമ്മേനും പറ്റിയ ആളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രായത്തിനൊത്ത ആൾക്കാരുള്ള കാരണം ഇവിടെ കളിക്കാനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ മക്കളെല്ലാവരും. അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അവിടെ വന്നപ്പോൾ ബീച്ചിൽ ഇറങ്ങിയില്ല കേട്ടോ. കാരണം വെള്ളത്തിൽ ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇറങ്ങും. ഞാൻ ഇറങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ രാജിക്കനെ ചീത്ത ഇറങ്ങിടനെ കയറ്റി. ഇനിയിപ്പോൾ നീ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും എന്ന് പറഞ്ഞിട്ട് പിന്നെ കാറിലാണല്ലോ. അപ്പോൾ പിന്നെ ഈ നേരത്തെ ഇനി കുട്ടികളെല്ലാവരും ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ചമ്മിയ പോലായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര കളിയാണ് കേട്ടോ. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ ആ ലൈറ്റിൻ്റെ അടിയിൽ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല വൈബ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമ്മൾ 4 മണിക്കാറ്റൊക്കെ പോലെ തന്നെ 4 മണിക്കാറ്റിൽ കടലല്ലാന്ന് മാത്രം, ഇവിടെ കടലാന്ന്, പിന്നെ അവിടെ അങ്ങനെ ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ളുണ്ട്, കുറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ അതേ മണ്ണിൽ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് കണ്ടപ്പോൾ വേറെ എന്തെങ്കിലും തോന്നി നിങ്ങൾക്ക്? മണ്ണിങ്ങനെ ആരാരെങ്കിലൊക്കെ മാന്തത്. ഇവിടെ ഫുൾ മണ്ണ് മാന്തിയിട്ടുള്ള കളിയാണ് കേട്ടോ. കുഴി ഉണ്ടാക്കലും, അതുപോലെ തന്നെ ഒരാൾ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ ഇറങ്ങിയിരുന്ന് മണ്ണ് മൂടിയിട്ട് എണീക്കാൻ പറ്റാണ്ടൊക്കെ ആയിട്ടോ. എന്നിട്ട് വലിച്ച് കയറ്റുന്ന ഗ്ലാസ്സിലെ മണ്ണ് ഇങ്ങനെ ഇതാക്കിയിട്ടൊക്കെ ആൾ കയറിയിട്ടോ മേലേക്ക്. അപ്പം നമ്മുടെ ആദമും ഓസിലും കുട്ടികളും ഹാപ്പി, വലിയൊരു ഹാപ്പി. എനിക്ക് അവനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, മതി ചെപ്പുവാ. നല്ല ഭംഗിയുണ്ട് കേട്ടാ, സൂപ്പറായി. കുഴപ്പമില്ല, ഇറക്കിക്കോ എല്ലാം അതിലല്ലേ. വേഗം ഇറങ്ങ്. അത് മണ്ണിടാനാ?
ഇവനാണ് ഇവര് രണ്ടുപേരും വായോ നമുക്ക് പോവാ വായോ നമുക്ക് പോവാ അതെ വാ 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 പോവാ വന്നേ അതാ അവിടുന്ന് ഇങ്ങോട്ട് വന്നു അതല്ല അത് മോളവിടെ ഇരിക്കുവായോ നമുക്ക് പോവാ വാടാ വാപ്പച്ചി വണ്ടി എടുത്ത് വാ പോവാ നിക്കടാ നിക്ക എണീക്കോ നോക്കട്ടെ ഇത്ര ഉള്ളോ കൈ പിടിച്ചെനിക്ക് ഒക്കെ കിട്ടും കൂടിയല്ലേ ശത്രുക്കളോടൊക്കെ കര ചെയ്യാലേ വന്നിട്ട് ഓസിലും ഇച്ചിരി കൈ പിടിക്കേ കൈയൊന്നും കഴുകാൻ പറ്റൂല ഇവിടെ ഇവിടെ കുട്ടികളെ ഇതിന് വൃത്തി ഉണ്ടാവും എന്ത് ക്യൂട്ടാല്ലേ അവൾക്കതൊന്നും പ്രശ്നമല്ല നമുക്കൊക്കെ അറിയ കണ്ണിലും അവൾ അങ്ങനെയല്ല നന്നായി ഹൈറ്റിൽ ചാടും അങ്ങനല്ല ഞാൻ ആ കുഴിയിൽ ഞാൻ ആദ്യം ഹൈബിൽ ഇറങ്ങിയിട്ട് അതുപോലെ ആയിട്ട് അവനക്ക് എണീക്കാൻ പറ്റാണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇത്രത്തോളം ആവുമെന്ന് വിചാരിച്ചിട്ടില്ല. ശരിക്കും കാല് ഭയങ്കരമായിട്ട് ലോക്കായിട്ട് നമുക്ക് തീരെ എണീക്കാൻ പറ്റണില്ല. ആ ഒരു കുഴിയിൽ പോയി പെട്ടിട്ട് കേട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുഴി മാന്തി എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഊരി പോകുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ഫുൾ എൻജോയ് ആയിട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇവർ രണ്ടുപേരും മാസത്തെ വ്യത്യാസമുള്ള ഒരു മാസത്തെ വ്യത്യാസമുള്ള രണ്ടുപേരും കേട്ടോ. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് നടന്നിട്ട് പിടിക്കാൻ വേണ്ടി ഹൈബിൽ ഓടുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രി നമുക്ക് ഇനിയുള്ളത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ചായ കുടിക്കാൻ പോകണം കേട്ടോ. ഇവിടുന്ന് എന്തായാലും ഇപ്പോൾ ടൈം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. 12:45 ഒക്കെ ആയിട്ടുണ്ട്. 11 മണി 11:45 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചായ കുടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചായ അതുപോലെ കൂൾ ഡ്രിങ്ക്സ് ആയാലും ബർഗർ ആയാലും ഷവർമ അല്ല കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്നിരുന്നത് ഷവർമ ഒന്നുമില്ല. ചായ ബർഗർ പിന്നെ അതുപോലെ തന്നെ കുറേ സ്നാക്സ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ടൈമിലും ഇപ്പോഴത്തെ 11:45 11:30 ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് ഇവിടെ നല്ല അടിപൊളി ചൂടുള്ള ചായ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ചായ കുടിച്ചിട്ട് ഇനി ബാക്കി വിശേഷങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് ബൂസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുടിക്കാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. സ്നാക്സ് ഒക്കെ തീർന്നു തുടങ്ങിയാൽ ഈ നേരമല്ല. സ്നാക്സ് തീർന്നു. പിന്നെ മറ്റേ ഉരുളൻകിഴങ്ങിൻ്റെ മറ്റേ ടൊമാറ്റോ ചിപ്സ് ഉണ്ട്. അങ്ങനത്തെ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പിന്നെ മക്കൾ ചോദിച്ചില്ല. പിന്നെ കുട്ടികൾ പിന്നെ കളിയുടെ ഹാലായതുകൊണ്ട് അവർ കൂടുതലൊന്നും വല്ലാണ്ടൊന്നും ചോദിച്ചില്ല. ആകെ ഒരാളാണ് കേട്ടോ കേക്ക് ഒന്നാണ്ട് ചോദിച്ചു. അപ്പോൾ അവർക്ക് കേക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ആദ്യം ഇപ്പോൾ ഒന്നും ചോദിച്ചിട്ടില്ല. ഇപ്പോൾ ഒക്കെ ഭയങ്കര സൈലൻ്റായിട്ട് അവരായിട്ട് ഭയങ്കരമായിട്ട് കളിയിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നല്ല ചൂടുള്ള ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊന്നും ഉറക്കം നമ്മൾ ആദ്യം ഉറങ്ങിയെടുത്ത് എണീറ്റ് വന്നതാണ് കേട്ടോ. ആ ആളാന്ന് ഇപ്പം കളിക്കണം കണ്ടാൽ ആരെങ്കിലും പറയുമോ?
ആ ആളാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്ക് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനി ഞാൻ നിങ്ങൾക്കായിട്ട് എന്തായാലും ഷെയർ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ഫാമിലി നിങ്ങളെല്ലാവരും എന്താ പറയുക ഫാമിലി ആവാട്ടോ. നമ്മളെ കൂടെ ഒന്ന് കൂട്ടുകൂടി എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ കൂടിട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചായ ഒക്കെ എത്തിയിട്ടുണ്ട്, ബൂസ്റ്റ് എത്തിയിട്ടുണ്ട്, ചായ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുടിക്കാൻ ചായ കുടിക്കുന്നതിൻ്റെ ഒപ്പമുള്ള ഒരു ടാസ്ക്കാണ് കുട്ടികളെ നോക്കാന്നുള്ളത്. ഇവിടെ മറ്റവരെല്ലാവരും കൂടി കുടിക്കാൻ പിന്നെ പറയണ്ടല്ലോ, എല്ലാവരും കല്ല് പെറുക്കുക, അതുപോലെ തന്നെ അവിടുത്തെ കട്ടയും കല്ലൊക്കെ പെറുക്കണം. എന്നിട്ട് അവിടുത്തെ ആൾക്കാർ കുട്ടികളെ ചീത്ത പറഞ്ഞു തുടങ്ങിയിട്ടോ. കാരണം അവർ ഫുൾ കല്ലെല്ലാം പെറുക്കിയിട്ട് അപ്പുറത്തെ തോട്ടി കൊണ്ടുപോയിടേണ് കേട്ടോ. അവിടെ ഒരു കനാൽ പോലെ ഒരു സംഭവം ഉണ്ട്, അതിൽ കൊണ്ടുപോയിടേണ്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടം നോക്കിയാൽ വേണം. അത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കല്ലൊക്കെ പെറുക്കി അപ്പുറത്തുള്ളവരൊക്കെ പിടിച്ച് റിയലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓസിലാണ് കേട്ടോ. ഓസിൽ പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഒരാൾ ചെയ്യണുണ്ട്, പിന്നെ എല്ലാവരും ചെയ്ത് തുടങ്ങുമല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ചായ കുടിച്ചിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോ എന്താ പറയുക നമ്മുടെ വിശേഷങ്ങളിലോട്ടൊക്കെ ഇനി അങ്ങോട്ടൊക്കെ ഇനിയും കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയാണ് വിശേഷങ്ങൾ, നിങ്ങൾ കാണേണ്ട വിശേഷങ്ങളെല്ലാം ഇനിയാണ് കേട്ടോ. അപ്പോൾ ഓസിലെ ആർക്കാണ് അത്ര കടുപ്പുള്ള നമ്മളോടാന്ന് കുട്ടിയല്ലേ ഇവിടുത്തെ കല്ലൊക്കെ തോട്ടിക്കൊണ്ടിടെ നല്ല കുട്ടി. ഉമ്മച്ചി എന്തിനും മേടിച്ചു ഞങ്ങൾക്ക് മാമിയോട് വെള്ളം എന്നിട്ട് വേണ്ട എന്ത് ജ്യൂസ് ആരും കരഞ്ഞില്ലേ. നമ്മൾ ആദ്യം ലാസ്റ്റ് കേട്ടോ അവനക്ക് എന്ത് പെപ്സി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മേടിച്ചു കൊടുക്കും. കൊക്കക്കോള പെപ്സി ഒന്നും ഞാൻ മേടിച്ചു കൊടുക്കില്ല. എന്താ എനിക്ക് ജ്യൂസ് വേണമെന്ന് ചോദിച്ചു. ഞാൻ ആകെ മേടിച്ചു കൊടുക്കും ജ്യൂസാണ്. അപ്പോൾ അത് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടിയുടെ കരച്ചിൽ നമുക്ക് കണ്ടില്ല എന്ന് വെക്കാം. കാരണം കരച്ചിലും കാണാമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ബൈ പറഞ്ഞിട്ട് പോകാമെന്ന് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി നൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. സർപ്രൈസാണ് കേട്ടോ. പിന്നെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നാണ്. ഇനി ഇവിടെ നിന്നോട്ടോ. ഇതിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വന്നു. ഉമ്മാക്കൊരു സർപ്രൈസ് ആയില്ലേ? ഉമ്മാക്ക് സർപ്രൈസ് ആയില്ലേ? ബാബിനോട് ആരാന്ന് സർപ്രൈസ് ആയില്ലേ? എന്റെ മോളോ ബാബിയ ഗുഡ് ബൈ. ഞാൻ അങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ നിന്നു. ഫോൺ നിർത്തിയേക്ക്. അങ്ങനെ 12:30 ആയിട്ടോ ഞങ്ങളിവിടെ എത്തുമ്പോൾ 12:30 ആയിട്ടുണ്ട്. വാടാനപ്പള്ളി ബാബിയുടെ വീടാണിത്. അപ്പം ഞങ്ങളിവിടെ എത്തി കുട്ടികളൊക്കെ കുളിപ്പിച്ചെടുത്ത് ഞാൻ എല്ലാവരും ആദമിനെയും കുളിപ്പിച്ചെടുത്ത്. കാരണം വീടെത്തിയാൽ എന്തായാലും ഉറങ്ങും. അവർ വണ്ടിയിലെടുത്തിട്ട് എന്തായാലും ഉറങ്ങുന്ന ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ വീടെത്താൻ വേണ്ടി കാത്തുന്നില്ല. ഞാൻ ഇവിടുന്ന് തന്നെ രണ്ടുപേരെയും ഫുൾ ഫ്രഷ് ആക്കി എടുത്ത് മമ്മീനെ എല്ലാവരും കുളിപ്പിച്ചാണ്. നമ്മൾ ബാബിനോടെ കൊടുന്നാക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ആക്കാൻ വന്നതാണ് സത്യത്തിൽ. അപ്പോഴാണ് ഞങ്ങൾ നേരെ ബീച്ചിലൊക്കെ പോയി വന്നിട്ട് ആക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ബാബിനെ നമ്മളിവിടെ ആക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ നേരെ. അപ്പോൾ ഞങ്ങൾ നല്ല എന്താ ഇവിടുന്ന് ചായ കുടിച്ചു. അതുപോലെ തന്നെ രണ്ടുപേരെയും കുളിപ്പിച്ചു. അപ്പോൾ എല്ലാം ഫ്രഷ് ആക്കി ഞങ്ങൾ ഇവിടുന്ന് ടാറ്റ ബൈ പണ്ട് ബാബിനോട് ആക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. പിന്നെ ഓസിൽ ഭയങ്കര കരച്ചിലായിരുന്നു. ഓസിൽ പിന്നെ തീരെ വാടാൻ വന്നിട്ടോ. പക്ഷെ ഞങ്ങൾ കുറേ സ്വാധീനിച്ച് കുട്ടീനെ തിരിച്ച് അങ്ങോട്ട് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കട്ടക്ക് നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരേക്കും ബൈ.